മെട്രോമാൻ ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. സിൽവർ ലൈൻ പദ്ധതിക്ക് ബദൽ പാതയെക്കുറിച്ച് ചർച്ച ഉണ്ടാകാൻ സാധ്യത. ഇ ശ്രീധരൻ സെക്രട്ടേറിയറ്റിൽ എത്തിയാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് പേരുകളുമായി എസ് ശാലിനി ശരിയാണ്. ശാലിനി, കൂടിക്കാഴ്ച എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ? KP തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇടത് സർക്കാർ കൊണ്ടുവന്ന സിൽവർ ലൈൻ പദ്ധതി അത് UDF സർക്കാർ അധികാരത്തിലേറിയ ആദ്യ ആഴ്ചയിൽ തന്നെ റദ്ദ് ചെയ്ത് പദ്ധതി മരവിപ്പിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പദ്ധതിയുമായി ഇനി മുന്നോട്ട് പോകില്ല എന്നുള്ളതായിരുന്നു UDF സർക്കാർ സ്വീകരിച്ച നിലപാട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മെട്രോമാൻ ഇ ശ്രീധരൻ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ സിൽവർ ലൈനിന് ഒരു ബദൽ പാത, അതാണ് ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ആശയം, അജണ്ട എന്നുള്ളതാണ്. ആ കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. അല്പസമയത്തിന് മുൻപാണ് ഈ ശ്രീധരൻ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. നമുക്കറിയാം 6 മണി കഴിഞ്ഞ് ഓഫീസൊക്കെ അവസാനിക്കുന്ന സമയത്താണ് നിർണായകമായി കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുമായി ഈ ശ്രീധരൻ നടത്തുന്നത്. ഈ ശ്രീധരൻ്റെയും മുഖ്യമന്ത്രിയുടെയും ആദ്യ കൂടിക്കാഴ്ചയാണ് ഒരുപക്ഷേ UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വി ഡി സതീശനുമായി നടത്തുന്ന നിർണായകമായ ഒരു കൂടിക്കാഴ്ചയെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്ന ആഘാതം, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടും കൂടാതെ തന്നെ മഞ്ഞക്കുറ്റി സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ടും ഉയർന്നു വന്ന വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കണ്ടതാണ്. അന്നൊക്കെ ഈ ശ്രീധരൻ എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലൊരു സ്പീഡ് ട്രെയിൻ, അത് സിൽവർ ലൈൻ പോലെ ഒരു ട്രെയിൻ സർവീസ് കേരളത്തിൽ സാധ്യമാകില്ല, അത് സാങ്കല്പികം മാത്രമായി തുടരുമെന്നുള്ളതായിരുന്നു അദ്ദേഹം ആദ്യം മുതൽ സ്വീകരിച്ച നിലപാട്. എന്തായാലും അത് ഉപേക്ഷിച്ച സാഹചര്യത്തിൽ എന്തായിരിക്കും UDF സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഒരു ബദൽ ട്രെയിൻ സംവിധാനമായിരിക്കും, അല്ലെങ്കിൽ ഒരു സിൽവർ ലൈന് പകരം ഒരു റെയിൽവേ സംവിധാനം കൊണ്ടുവരാൻ പോവുകയാണ്. അതിൻ്റെ നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ ശ്രീധരൻ പുറത്തേക്ക് വരും. ഔദ്യോഗിക പ്രതികരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് മാധ്യമങ്ങൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും നിർണായക കൂടിക്കാഴ്ചയാണ് ഈ സിൽവർ ലൈൻ പദ്ധതി അവസാനിപ്പിച്ചതിന് ശേഷം UDF സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരത്ത് നിന്നും ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.